കഴിഞ്ഞ പെരുന്നാളിന്റെ അന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. ഇത് നിന്റെ ഗാലറിയിൽ നിന്ന് ചെതലടിച്ചു പോകും. അതിന് മുമ്പായിട്ട് ഒന്ന് തട്ടിക്കൊട്ടാന്ന് കരുതി. യെസ് ഗൈസ്, അപ്പൊ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കാണാം. ആക്ച്വലി ഞാനിതൊരു ലോങ് വീഡിയോ ആയിട്ട് പ്ലാൻ ചെയ്തതാണെങ്കിലും ടൈം ഇത്ര ആയതുകൊണ്ടും ഷോർട്സിലാണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് കരുതി. അപ്പൊ ഞാനിത് അവിടെ സ്കിൻ പ്രെപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മോയ്സ്ചറൈസർ ആയിട്ട് നിവ്യയുടെ സോഫ്റ്റ് മോയ്സ്ചറൈസിങ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സൺസ്ക്രീൻ ഓൾ ടൈം ഫോക്സ് സ്റ്റൈൽ തന്നെയാണ് കേട്ടോ. ഇതിന്നൊരു മാറ്റം ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാല്ല ടൈം ആകുമ്പോ മാറാം. പിന്നെ പ്രൈമർ ആയിട്ട് PSCയുടെ ഓയിൽ കൺട്രോളിംഗ് പ്രൈമർ ആണ് യൂസ് ചെയ്യുന്നത്. ഇന്ന് അത്യാവശ്യം ഫോട്ടോഷൂട്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ബേസ് സെറ്റ് ആക്കി എടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ അത്യാവശ്യം കുറേ ഗ്ലോ നമുക്ക് അനിവാര്യമാണല്ലോ. അതിനായിട്ട് ഓറിക്കിന്റെ ഹെൽത്തി ഗ്ലോ മേക്കപ്പ് ബേസ് ആണ് ഞാൻ യൂസ് ആക്കുന്നത്. പിന്നെ ചെറിയ ചെറിയ ഡാർക്ക് സ്പോട്ടിലൊക്കെ കുറച്ച് കളർ കറക്റ്റും കൂടി ചെയ്തു. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൺസീലിംഗ് ചെയ്തിട്ട് ഒന്ന് ഈവൺ ആക്കി എടുക്കാം. പക്ഷേ എനിക്ക് ഇവിടെ ഒരു അമലി പറ്റി. എന്നേക്കാൾ കുറച്ച് ഡാർക്കൻ ഷെയ്ഡായി പോയി ഈ കൺസീലർ. പക്ഷെ സാരല്ല, നമുക്ക് വഴി ഉണ്ടാക്കാം. ഞാനിവിടെ ഇത്തിരി ലൈറ്റർ ആയിട്ടുള്ള ഫൗണ്ടേഷൻ മിക്സ് ആക്കി അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഞാനിവിടെ കൺസീലറും ഫൗണ്ടേഷനും ഷീഗ്ലാമിന്റെ ആണ് യൂസ് ആക്കുന്നേ. അങ്ങനെ എന്റെ ബേസ് മേക്കപ്പ് ഇവിടെ സെറ്റ് ആക്കി എടുത്തു. പിന്നെ സ്വെറ്റ് ചെയ്ത് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ആക്കി എടുത്തു. അത് പെട്ടെന്ന് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ ലൈൻസ് വരും. അങ്ങനെ ബേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഐബ്രോസ് ഒന്ന് സെറ്റ് ആക്കി എടുത്തു. ഇവിടെ പെരുന്നാളിന് ഉച്ചവരെ കിടന്നുറങ്ങി. ഇപ്പൊ ലൈറ്റ്സ് ഒക്കെ പോണതിന് മുമ്പ് ഫോട്ടോ എടുക്കാൻ പെട്ടെന്ന് ഒരുങ്ങാണ്. ഇവിടുത്തെ പെരുന്നാളൊക്കെ ഇങ്ങനെയാണ്. ഫോട്ടോ എടുക്കാൻ മാത്രമാണ് ഡ്രസ്സ് എടുക്കണതും ഇടണതും. മിനിമലായിട്ട് ഐഷാഡോ ഇട്ട് പിന്നെ കുറച്ച് ഗ്ലിറ്റേഴ്സും കൂടി ഇട്ടിട്ട് എന്റെ ഐ മേക്കപ്പ് ഇവിടെ സെറ്റ് ആക്കി. ലൈറ്റ് പോണതിന് മുമ്പ് ഫോട്ടോസ് ഒക്കെ എടുക്കണം എന്നുള്ളതുകൊണ്ട് പിന്നെ അങ്ങോട്ട് ഫുള്ള് ഷടപടേന്നായിരുന്നു. കണ്ണെഴുതി മസ്കാര ഇടലും ലിപ് ലൈനർ എഴുതി ലിപ്സ്റ്റിക് ഇടലും എല്ലാം പെട്ടെന്ന് തീർത്തു. വേറെ ഒന്നിനും സമയമില്ലെങ്കിലും ബ്ലഷ് ഇടാനുള്ള ടൈം ഞാൻ പ്രത്യേകം കണ്ടെത്തും. എന്നെ പോലെ ബ്ലഷിനോട് ഇത്ര ക്രഷ് ഉള്ളവര് ഒന്ന് കമന്റ് ചെയ്യണേ. ഞാനിവിടെ ഷീഗ്ലാമിന്റെ ബ്ലഷ് തന്നെയാണ് കേട്ടോ യൂസ് ആക്കുന്നത്. അങ്ങനെ ബ്ലഷ് ഇട്ടു, ഹൈലൈറ്റ് ഇട്ടു. എന്റെ മേക്കപ്പ് ഇവിടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ എന്റെ മേക്കപ്പിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കണ എന്റെ കുഞ്ഞ കാക്കാപ്പുള്ളിനെ ഒന്ന് ഹൈലൈറ്റ് ആക്കി എടുക്കുക. അല്ലേലും ആവശ്യമില്ല കാക്കാപ്പുള്ളി ഒന്നും വളരൂല. ഇതിപ്പോ ഈ ഒരു വലുപ്പത്തിൽ എന്നെ മുരടിച്ചു പോയി തോന്നുന്നു. അങ്ങനെ എന്റെ മേക്കപ്പ് ഒക്കെ ഓൾമോസ്റ്റ് തീർന്നു. ഇതാണ് എന്റെ ഈദ് ഔട്ട്ഫിറ്റ്. നല്ല സ്കൈ ബ്ലൂ കളറിൽ വരുന്ന ഒരു കഫ്താനാണിത്. സിൽവർ കളറിൽ വരുന്ന ഈ ഒരു ബാംഗിൾസ് ആണ് ഞാൻ അതിക്ക് പെയർ ചെയ്യാൻ പോകുന്നത്. സെയിം സിൽവർ കളറിൽ വരുന്ന ഈ 2 റിങ്സും കൂടി ഞാൻ പെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഔട്ട്ഫിറ്റിന്റെ മാച്ച് ആയിട്ട് ഈ ഒരു ഓഫ് വൈറ്റ് കളർ ക്ലച്ച് കൂടി ആഡ് ആക്കി കൊടുത്തു. പിന്നെ ഒരു വൈറ്റ് പേൾ സ്റ്റഡ് കൂടി ആഡ് ആക്കി കൊടുത്തു. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ എന്റെ ഈദ് ഗെറ്റ് റെഡി വിത്ത് മീ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.